ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെയുള്ള ബെല്ലൈക്കണുകൾ എനേബിൾ ചെയ്തേക്കുക. ഞാൻ ഇടുന്ന വീഡിയോസിൻ്റെ ആദ്യം തന്നെ നോട്ടിഫിക്കേഷൻ കിട്ടുവാനായി. ഹായ് ഗൈസ്, വ്ലോഗ്സിലെ ടെക്കിലെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ഈ വ്ലോഗ് വളരെ സ്പെഷ്യലായിട്ടുള്ള ഒരു വ്ലോഗാണ്. നിങ്ങൾക്ക് തംബ്നെയിലിൽ നിങ്ങൾ ശ്രദ്ധിച്ചു കാണുമായിരിക്കും. ഇന്നത്തെ നമ്മുടെ ഒരു അൺബോക്സിങ് വീഡിയോ ആണ്. ഈ ചാനലിലെ ആദ്യത്തെ അൺബോക്സിങ്. ഇന്ന് അൺബോക്സിങ് ചെയ്യാൻ പോകുന്നൊരു ഫോൺ തന്നെയാണ്. ആ ഫോൺ ഇറങ്ങിയിട്ട് ഇപ്പോൾ ഒരു 4 മാസങ്ങൾക്ക് കൂടുതലായി. അപ്പം നിങ്ങളെല്ലാവരും വിചാരിക്കും ഇത്രയും 4 മാസങ്ങളൊക്കെ കഴിഞ്ഞിട്ട് ഒരു ഫോണിൻ്റെ അൺബോക്സിങ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഇത് എൻ്റെ പുതിയ ചാനലാണ്. പുതിയ ചാനൽ മീൻസ് ഞാൻ തന്നെ പുതിയതാണ് യൂട്യൂബിൽ. അങ്ങനെ ആരും നമ്മളെ സ്പോൺസേഴ്സ് ചെയ്യാനോ സ്വന്തം കയ്യിൽ നിന്ന് കാശ് മുടക്കി ഫോൺ മേടിച്ച് അൺബോക്സിങ് ചെയ്യാനോ ഇപ്പം പറ്റില്ല. അപ്പം ഈ ഇടയ്ക്കാണ് എൻ്റെ ചേച്ചി പുതിയ ഫോൺ എടുത്തത്. അപ്പോൾ ആ ഫോണിൻ്റെ തന്നെ അൺബോക്സിങ് ഞാൻ ഇപ്പോൾ ആണ്. അപ്പം ഈ ഫോണ് നല്ല സ്പെസിഫിക്കേഷൻ ഉണ്ട്, ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആണ്. അപ്പോൾ അത് കാരണം അങ്ങനെ ഇഷ്ടപ്പെട്ട് ചേച്ചി എടുത്ത ഫോണിന് ഞാൻ അൺബോക്സിങ് ചെയ്യുന്നത്. അപ്പം നിങ്ങൾ നേരെ ഇപ്പോൾ അൺബോക്സിങ് കണ്ടിട്ട് പോകാം. നമ്മുടെ അൺബോക്സിങ് സ്റ്റാർട്ട് ചെയ്യുകയാണ്. ഈ വീഡിയോയിൽ വോയിസ് ഓവറാണ് ചെയ്തേക്കുന്നത് അൺബോക്സിങ് പാർട്ട്. അപ്പം നമ്മുടെ ഫോൺ ഓർഡർ ചെയ്തിരുന്നത് ഫ്ലിപ്കാർട്ടിൽ നിന്നായിരുന്നു. അപ്പോൾ അതിൻ്റെ പാക്കേജാണ് ഇപ്പോൾ ഓപ്പൺ ചെയ്യുന്നത്. ഫ്ലിപ്കാർട്ടിൽ നിന്ന് മേടിക്കാതെ തന്നെ പറഞ്ഞാൽ നമുക്കിപ്പോൾ ഒരു സെക്യൂർ ഉണ്ട്. നമ്മുടെ ഇവിടെ ഫാസ്റ്റ് സർവീസാണ് അത് കാരണമൊക്കെ. അപ്പം നമ്മൾ ഫോണിലോട്ടേക്ക് പോകാം. നമ്മുടെ ഫോൺ മേടിച്ചേക്കുന്നത് റിയൽമി 3 Pro ആണ്. അപ്പം നമുക്ക് കാണാം, നല്ല രസമുള്ള ബോക്സാണ് അതിൻ്റെ. അപ്പം നമ്മുടെ കവറിൻ്റെ അൺബോക്സിങ് കഴിഞ്ഞു. ഇനി ഫോണിൻ്റെ ഈ കവറിൻ്റെ അൺബോക്സിങ് കൂടെ ചെയ്യാം. അപ്പോൾ ഇതിന് ചെയ്യാൻ വേണ്ടിയിട്ട് ആദ്യം തന്നെ നമ്മൾ ഇതിൻ്റെ പൊക്കത്തൊരു പ്ലാസ്റ്റിക്കിൻ്റെ ചെറിയൊരു ലെയർ ഉണ്ട്. അപ്പോൾ അത് നമുക്ക് ആദ്യം കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ അത് കട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കട്ട് ചെയ്തു. ഇതെല്ലാം റാപ്പ് ഫുള്ളെടുത്ത് പ്ലാസ്റ്റിക്കിൻ്റെ റാപ്പ് എടുത്ത് മാറ്റി. ഇനി അകത്ത് എന്നാക്കി ഉണ്ടെന്ന് നമുക്ക് നോക്കാം. ആദ്യം തന്നെ അതിലൊരു കവറുണ്ട്. ആ കവറിനകത്ത് മുകളിൽ എഴുതിയേക്കുന്ന ഹൈ വെൽക്കം ടു റിയൽമി ഫാമിലി എന്ന്. അപ്പോൾ അത് നമ്മളെ വെൽക്കം ചെയ്യാനുള്ള കവറ്. പിന്നെ അതിനകത്ത് തന്നെ അതിൻ്റെ കൂടെ തന്നെ നമുക്ക് സിം ഇജക്ടർ ടൂളും കൂടെ ഉണ്ട്. പിന്നെ ഒരു സിലിക്കോൺ ഫോൺ കേസും പിന്നെ ഒരു വാറണ്ടി കാർഡും ക്യുക്ക് ഗൈഡ് ഇതിൻ്റെ ഒരു കാർഡും കൂടെ ഉണ്ട്. അതിനകത്ത് തന്നെ IMEI നമ്പേഴ്സിൻ്റെ സ്റ്റിക്കേഴ്സും. ഇനി നമ്മുടെ ഫോൺ അങ്ങ് എടുത്ത് ഇച്ചിരി നേരത്തേക്ക് മാറ്റി വെക്കാം. പിന്നെ അകത്ത് എന്നാക്കി ഉണ്ടെന്ന് നമുക്ക് നോക്കാം. ആദ്യം നമ്മൾ കാണുന്നത് വൂക്കിൻ്റെ ഒരു അഡാപ്റ്ററാണ്. അപ്പോൾ ഇത് ഫാസ്റ്റ് ചാർജിങ് ആണ്. നമുക്ക് വൂക്കിൻ്റെ അഡാപ്റ്റർ കണ്ടാലേ മനസ്സിലാവും ഇത് ഫാസ്റ്റ് ചാർജിങ് ആണ്. ഇതിൻ്റെ ഔട്ട്പുട്ട് എന്ന് വെച്ചാൽ 5 വോൾട്ടും 4 ആംപിയറിൻ്റെ ഔട്ട്പുട്ടാണ് ഈ അഡാപ്റ്റർ നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് നല്ല ഫാസ്റ്റ് ചാർജിങ് ആണ് നമുക്ക് ഉറപ്പിക്കാം. നമുക്ക് വൂക്ക് അഡാപ്റ്ററിൻ്റെ കൂടെ ഇവിടെ കിട്ടുന്നത് USB to micro USB ചാർജിങ് കേബിളാണ് ഇവിടെ നമുക്ക് കിട്ടുന്നത്. ഇനി നമുക്ക് നമ്മുടെ ഫോണിലോട്ടേക്ക് പോകാം. നമ്മുടെ ഫോണിൻ്റെ നമുക്ക് റാപ്പ് മാറ്റി എങ്ങനെയുണ്ട് അതിൻ്റെ ലുക്ക് കാണാം. നമുക്കിപ്പം കാണാൻ നല്ല ഗ്രേഡിയൻ കളറാണ് അതിൽ വന്നിരിക്കുന്നത്, ബ്ലൂവും പർപ്പിളിൻ്റെയും. അപ്പോൾ നമുക്ക് കാണാൻ നല്ല ലുക്കുണ്ട്. നമ്മുടെ ഫിംഗർ പ്രിൻറ്റും പുറകിലാണുള്ളത്. ഡ്യുവൽ ക്യാമറ സെറ്റപ്പാണ് വിത്ത് ഫ്ലാഷ് ലൈറ്റ്. നമുക്കിനി ഇതിൻ്റെ ഫീച്ചേഴ്സ് ഇനി എങ്ങനെയുണ്ട് നമുക്ക് നോക്കാം. ആദ്യം തന്നെ നമുക്കിതിൻ്റെ വോളിയം റോക്കേഴ്സ് നമുക്ക് ഇതിന് കിട്ടുന്നത് ലെഫ്റ്റ് സൈഡിലാണ് വോളിയം റോക്കേഴ്സ് ഉള്ളത്. അതിൻ്റെ കൂടെ തന്നെ ലെഫ്റ്റ് സൈഡിൽ നമുക്ക് സിം ട്രേയും ലെഫ്റ്റ് സൈഡിലാണുള്ളത്. റൈറ്റ് സൈഡിൽ നമുക്ക് പവർ ബട്ടൺ കിട്ടുന്നത് ഇതിൻ്റെ. പിന്നെ മുകളിലത്തെ ഭാഗത്ത് നമുക്ക് നോയിസ് ക്യാൻസലേഷന് വേണ്ടിയിട്ടുള്ള ചെറിയൊരു ഹോളുണ്ട്. പിന്നെ താഴെയാണ് നമുക്ക് 3.5 mm ജാക്കും നമ്മുടെ ചാർജിങ് പോർട്ടും പിന്നെ ഒരു സ്പീക്കർ ഗ്രില്ലും ഉള്ളത്. നമുക്കിനി ഫോൺ ബൂട്ട് ചെയ്തിട്ട് എങ്ങനെയുണ്ടെന്ന് നമുക്ക് നോക്കാം. പിന്നെ ഇതിൽ യൂസ് ചെയ്തേക്കുന്ന പ്രോസസ്സർ 710 സ്നാപ്ഡ്രാഗൺ ആണ് യൂസ് ചെയ്തേക്കുന്നത്. GPU ആൻഡ്രോയിഡിൻ്റെ 616 GPU ആണ്. ആഡ്രിനോറിൻ്റെ 616 GPU. ഇതിൽ നമുക്ക് കിട്ടുന്നത് ColorOS 6.0 ആണ് വിത്ത് ആൻഡ്രോയിഡ് 9 ലേറ്റസ്റ്റ് മോഡലാണ് നമുക്ക് ഇവിടെ കിട്ടുന്നത്. ഇത് എൻ്റെ കയ്യിലിരിക്കുന്ന ഈ ഫോൺ 4 GB റാമും 64 GB ഇൻറ്റേർണൽ മെമ്മറി ഉള്ളതാണ്. അതിൽ നമുക്ക് 43 GB യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്.
നമുക്ക് ഫോണെല്ലാം സെറ്റപ്പ് ചെയ്തിട്ട് നമുക്ക് ബാക്കി കാണാം. പിന്നെ അഡീഷണൽ ആയിട്ട് ഞാൻ പറയുകയാണെങ്കിൽ ഇതിൽ ക്യാമറാസ് നല്ല ക്വാളിറ്റി ഉള്ള ക്യാമറാസാണ്. റെയർ ഡ്യുവൽ ക്യാമറ ആണ് കിട്ടുന്നത്. അപ്പം ഡ്യുവൽ ക്യാമറ 16 MB-യുടെയും 5 MB-യുടെ ആണ് കിട്ടുന്നത്. പ്രൈമറി 16 MB ആണ്. അതിൽ യൂസ് ചെയ്തിരിക്കുന്ന സെൻസർ സോണി IMX51-9 ആണ് കിട്ടിയിരിക്കുന്നത്, 519. പിന്നെ അതിൻ്റെ വിത്ത് അപ്പാച്ചർ കിട്ടുന്നത് നമുക്ക് f1.7 ആണ്. അപ്പോൾ നമ്മുടെ ഷട്ടർ റേഷ്യോ ഒക്കെ നല്ല സ്പീഡായാണ്, നമുക്ക് നല്ല ക്ലാരിറ്റി ഉള്ള ഫോട്ടോസൊക്കെയാണ് കിട്ടാൻ പോകുന്നത്. പിന്നെ ഫ്രണ്ട് ക്യാമറ എന്ന് പറഞ്ഞാൽ നമുക്ക് 25 MB-യുടെ ആണ് ഫ്രണ്ട് ക്യാമറ കിട്ടുന്നത്. പിന്നെ അഡീഷണൽ സെക്യൂരിറ്റി ആയിട്ട്, അല്ലെങ്കിൽ നമുക്ക് ഫോണിൻ്റെ സെക്യൂരിറ്റി, അത് ഫിംഗർ പ്രിൻറ്റും ഫേസ് അൺലോക്കും ഇതിൻ്റെ കൂടെ കിട്ടുന്നതാണ്. ഫിംഗർ പ്രിൻറ്റ് നമുക്ക് ബാക്കിലായിട്ടാണ് വരുന്നത്, ഇൻ ഡിസ്പ്ലേ അല്ല. പിന്നെ ഇതിൽ നമുക്ക് പ്രൊവൈഡ് ചെയ്തേക്കുന്നത് ഡെഡിക്കേറ്റഡ് സിം ട്രേ ആണ് നമുക്ക് പ്രൊവൈഡ് ചെയ്തേക്കുന്നത്. അത് കാരണം തന്നെ നമുക്ക് എക്സ്ട്രാ മെമ്മറി യൂസേജ് ഉള്ളവരാണെങ്കിൽ, കൂടുതൽ മെമ്മറി സ്പേസസ് ആവശ്യമുള്ളവരാണെങ്കിൽ അവർക്ക് നല്ല കാര്യമായിരിക്കും. കാരണം നമുക്കിതിൽ 2 സിമ്മും ഒരു മെമ്മറി കാർഡും യൂസ് ചെയ്യാൻ പറ്റുന്നതായിരിക്കും. പിന്നെ അതിൻ്റെ കൂടെ തന്നെ പറയുകയാണെങ്കിൽ ഇതിന് ബാറ്ററി നമുക്ക് കിട്ടുന്നത് 4045. അത് മാത്രമേ എനിക്ക് കുറച്ച് കുറവായിട്ട് തോന്നിയിട്ടുള്ളൂ. പക്ഷേ ഇതൊരു കുറവല്ല, കാരണം നമുക്ക് വൂക്കിൻ്റെ 3.0 ഫാസ്റ്റ് ചാർജിങ് ആണ് കിട്ടുന്നത്. അപ്പം അത് കാരണം തന്നെ നമുക്കൊരു നല്ലൊരു എക്സ്പീരിയൻസ് ആയിരിക്കും ഇതിൻ്റെ കൂടെ കിട്ടാൻ പോകുന്നത്, ഈ ഫോണിൻ്റെ കൂടെ. ഇത് നമ്മുടെ റിയൽമി 3 പ്രോയിൽ നിന്ന് എടുത്ത കുറച്ച് സാമ്പിൾ ഫോട്ടോഗ്രാഫ്സ് ആണ്. നിങ്ങൾക്ക് ഈ ഫോട്ടോഗ്രാഫ്സ് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അങ്ങനെ തന്നെ നമ്മുടെ ഈ വീഡിയോയും നമ്മൾ ഇവിടെ തന്നെ അവസാനിപ്പിക്കുന്നു. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്, പിന്നെ കമൻറ്റ് ചെയ്യാൻ മറക്കുകയും ചെയ്യല്. അടുത്ത വീഡിയോയിൽ കാണാവുന്ന പ്രതീക്ഷയുമായിട്ട് ഞാൻ വൈഷ്ണവി നായർ, സൈനിങ് ഔട്ട്.